നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചർച്ച പരാജയപ്പെട്ടതോടെ ഇനി എന്താണ് അമേരിക്കയുടെയും ഇറാന്റെയും നീക്കം എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധ പ്രഖ്യാപനത്തിന് പിന്നാലെ US പ്രസിഡന്റ് ട്രംപിനെ പരിഹസിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഗാലിബാഫ് രംഗത്ത് വരികയാണ്. വെറുമൊരു പരിഹാസമല്ല, മറിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കാത്തിരിക്കുന്ന വൻ തകർച്ചയെ ഒരു ഗണിതശാസ്ത്ര സമവാക്യത്തിലൂടെ ഓർമ്മിപ്പിച്ചാണ് ഗാലിബാഫ് രംഗത്തെത്തിയത്. എക്സ് പ്ലാറ്റ്ഫോമിൽ ഗാലിബാഫ് പങ്കുവെച്ച ഇക്വേഷൻ ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പല ചർച്ചകൾക്കും ഇപ്പോൾ ഇടം നൽകിയിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവരൊക്കെ തന്നെ മണ്ടത്തരം കൂടുന്തോറും കൂടുതൽ കുഴപ്പത്തിലാകുന്നു എന്നോ അല്ലെങ്കിൽ സമാനമായ തമാശകൾ പറയാനോ ഇത്തരം സ്യൂഡോ മാത്തമാറ്റിക്കൽ കോഡുകൾ ഉപയോഗിക്കാറുണ്ട് അത്രേ എന്നൊക്കെ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ. പക്ഷേ എന്താണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഇക്വേഷനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഹോർമസ് കടലിടുക്കിലെ ഉപരോധത്തിൻ്റെ തീവ്രത വർദ്ധിച്ചാൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ സാധാരണ വർധനവിനേക്കാൾ ഉപരിയായി ഒരു കോമ്പൗണ്ടിങ് ഇഫക്റ്റ് അഥവാ അതിവേഗത്തിലുള്ള വർധനവ് ഉണ്ടാകുമെന്നാണത്രേ ഇതിനർത്ഥം. വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും ആദ്യത്തെ ആഘാതം രണ്ടാമതൊരു വലിയ വിലക്കയറ്റത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ഇതിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വില ഇനി സ്വപ്നങ്ങളിൽ മാത്രം. വൈറ്റ് ഹൗസിന് സമീപമുള്ള പെട്രോൾ പമ്പുകളിലെ നിലവിലെ നിരക്കുകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗാലിബാഫിന്റെ പോസ്റ്റ്. നിലവിൽ ഗാലിന് $4 മുതൽ $5 വരെയാണ് അമേരിക്കയിലെ ഇന്ധനവില. നിലവിലെ പമ്പ് നിരക്കുകൾ ആസ്വദിച്ചോളൂ. ഈ ഉപരോധം തുടങ്ങുന്നതോടെ $4 മുതൽ $5 നിരക്കിനെ നിങ്ങൾ മിസ് ചെയ്യാൻ തുടങ്ങും. ഈ പഴയ വിലയോർത്ത് നിങ്ങൾ നൊസ്റ്റാൾജിക് ആകും, ഗാലിബാഫ് കുറിച്ചു. പാകിസ്ഥാനെ വെച്ച് നടന്ന US ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഇറാനിയൻ തീരങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും പോകുന്ന എല്ലാ കപ്പലുകളെയും തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഇതര രാജ്യങ്ങളുടെ യാത്ര അനുവദിക്കുമെങ്കിൽ ഇറാന്റെ വ്യാപാരത്തെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസിൽ നിയന്ത്രണങ്ങൾ വരുന്നത് രാജ്യാന്തര എണ്ണ വിപണിയെയും അതുവഴി അമേരിക്കൻ ജനതയെയും നേരിട്ട് ബാധിക്കുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കൻ നാവികസേന ഉപരോധം നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ ഗാലിബാഫിന്റെ ഗണിതശാസ്ത്ര പ്രവചനം പോലെ എണ്ണവില കുതിച്ചുയരുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാനിലെ സമ്പൂർണ്ണ വിജയമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും ലോകത്തെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നയതന്ത്ര തകർച്ചയുമാണെന്ന റിപ്പോർട്ടുകൾ. 6 ആഴ്ച നീണ്ടുനിന്ന US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടെങ്കിലും ഇറാൻ ഭരണകൂടം തകർന്നിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ തീവ്രമായ നിലപാടുകളിലേക്ക് നീങ്ങുകയാണെന്നും പ്രമുഖ നിരീക്ഷകൻ ആഡം പ്രോഗ്രൻഡിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി റവല്യൂഷണറി ഗാർഡ് പുതിയ പരമോന്നത നേതാവായി അവരോധിച്ചു. എന്നാൽ മുജ്തബയുടെ കാര്യത്തിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പരിക്കേറ്റ് കോമാ സ്റ്റേജിലാണെന്നും ചികിത്സയിലാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തു വരുന്ന പ്രസ്താവനകൾ അമേരിക്കയ്ക്കെതിരെ കടുത്ത യുദ്ധകാഹളമാണ് മുഴക്കുന്നത്. ഭരണമാറ്റം എന്ന ട്രംപിന്റെ ലക്ഷ്യം പാളിയെന്നും ഇറാന്റെ ലക്ഷ്യം അധികാരം കേന്ദ്രങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതും ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ചു. ഇതോടെ ഇന്ധനവില കുതിച്ചുയരുകയും അമേരിക്കയിലും ബ്രിട്ടനിലും പണപ്പെരുപ്പം റെക്കോർഡ് നിരക്കിലെത്തുകയും ചെയ്തു. ഇത് ട്രംപിന്റെ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിച്ചു. അമേരിക്കയിൽ പണപ്പെരുപ്പം കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായേക്കും.
യുദ്ധത്തിന് പിന്തുണ നൽകാത്ത യൂറോപ്യൻ രാജ്യങ്ങളെ കടലാസ് പുലികളെന്ന് വിളിച്ച് ട്രംപ് പരിഹസിച്ചത് നാറ്റോ സത്യത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറെ പരിഹസിച്ച ട്രംപിന്റെ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ടുനിന്ന ബന്ധത്തെ വഷളാക്കി. നാറ്റോയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റ ഭീഷണി റഷ്യയ്ക്കും ചൈനയ്ക്കും രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കുന്ന നീക്കമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ നാവികസേനയെ തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കയുടെ അത്യാധുനിക F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത് പെന്റഗണിനെ ഞെട്ടിച്ചു. പരിക്കേറ്റ സൈനികരെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടയിൽ അമേരിക്കയ്ക്ക് സ്വന്തം വിമാനങ്ങൾ തന്നെ നശിപ്പിക്കേണ്ടി വന്നത് വലിയ നാണക്കേടായി. 2000 വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇറാന്റെ ആണവ പദ്ധതിയോ ഹോർമസ് കടലിടുക്കിലോ തർക്കമോ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുന്നു. ചുരുക്കത്തിൽ ഗമേനിയെ വധിക്കാൻ സാധിച്ചു എന്നതൊഴിച്ചാൽ ലോകത്തെ കൂടുതൽ അസ്ഥിരമാക്കിയും അമേരിക്കയുടെ സഖ്യകക്ഷികളെ അകറ്റിയുമാണ് ട്രംപിന്റെ ഇറാൻ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും എല്ലാ കണ്ണുകളും ഏറെ ആശങ്കയോടുകൂടി തന്നെ ഹോർമസ് കടലിടുക്കിലേക്കാണ്. കാരണം ഹോർമസ് കടലിടുക്ക് തങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അമേരിക്ക.